വെഞ്ഞാറമൂട് കൊലക്കേസ് പ്രതി അഫാനെ ഇന്ന് ലത്തീഫിന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഫോൺ വലിച്ചെറിഞ്ഞ സ്ഥലത്ത് പരിശോധന നടത്തി. ബാങ്ക് വാങ്ങിച്ച കടയിലും തെളിവെടുപ്പ് നടന്നു. രണ്ടാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയാക്കി കിളിമാനൂർ സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കിളിമാനൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നാണ് അഞ്ജു ജയപ്രകാശ് ചേരുന്നത്. അഞ്ജു, എന്തൊക്കെയാണ് വിവരങ്ങൾ? എന്താണ് പറഞ്ഞു വന്നത് അഞ്ജു? ലക്ഷ്മി, അതായത് ഈ ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട ഈ പ്രതി പോലീസിന് നൽകിയിട്ടുള്ള മൊഴി ഇത്തരത്തിലാണ്. അതായത് ലത്തീഫ് നിരന്തരമായി തന്നെ ഉപദേശിക്കുക മാത്രമല്ല, വലിയ തരത്തിലുള്ള കുത്തുവാക്കുകളായിരുന്നു തനിക്കെതിരെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ വലിയ തരത്തിലുള്ള മനപ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. അതായത് ഈ അഫാൻ ഈ ചുറ്റികയും സാധനങ്ങളും ഒക്കെ വാങ്ങി ഈ ലത്തീഫിന്റെ വീട്ടിലേക്ക് പോയി നേരെ അവിടുത്തെ സോഫയിൽ ഈ ലത്തീഫിന്റെ എതിർവശത്ത് ഇരുന്ന് സംസാരിക്കുന്നതിനിടയിലാണ് ബാഗിൽ നിന്ന് ചുറ്റികയെടുത്ത് ലത്തീഫിന്റെ തലക്ക് മാരകമായിട്ട് അടിച്ച് കൊലപ്പെടുത്തുന്നത്. ഈ ലത്തീഫിന്റെ അടിച്ച് കൊലപ്പെടുത്തുന്ന ഈ ബഹളം കേട്ടിട്ടാണ് ഈ അടുക്കളയിൽ നിന്ന് ലത്തീഫിന്റെ ഭാര്യ സജിത ബീബി ഓടി വരുന്നത്. ഇത് കണ്ട് സജിത ബീബിയും നേരെ അടുക്കളയുടെ ഭാഗത്തേക്ക് നിലവിളിച്ചോടുകയാണ്. അങ്ങനെ പുറകിലോടി സജിത ബീബിയുടെയും തലക്ക് അടിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ കാര്യം കൃത്യമായി തെളിവെടുപ്പ് കൊണ്ടുപോയിട്ടുള്ള, അതായത് കിളിമാനൂർ സ്റ്റേഷനിൽ ആദ്യം തെളിവെടുപ്പിനായി കൊണ്ടുപോയി ലത്തീഫിന്റെ വീട്ടിൽ വെച്ച് പ്രതി അത് പോലീസിനോട് തുറന്നു പറയുകയും ചെയ്തു. അതിനുശേഷം ഈ കൊലപ്പെടുത്തുന്ന സമയത്ത് ഈ ലത്തീഫിന്റെ ഫോണിലേക്ക് നിരന്തരം ഒരു ഫോൺ കോൾ വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ ഫോൺ കോൾ വന്നുകൊണ്ടിരുന്ന സമയത്ത് പ്രതി ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ചെറിയ തരത്തിലെങ്കിലും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ഫോൺ ഉപയോഗിക്കുമോ, അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും അറിയാൻ സാധ്യതയുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള ഭയപ്പാടിന്റെ പുറത്ത് ഈ ഫോൺ അവിടെ നിന്ന് ഈ കൊലപ്പെടുത്തിയതിനു ശേഷം കൈക്കലാക്കി പോക്കറ്റിലിടുകയായിരുന്നു. അവിടെ നിന്ന് സംഭവ സ്ഥലത്ത് നിന്ന് നേരെ ഇറങ്ങി വരുന്ന സ്ഥലത്തേക്ക് ഒരു കുഴിയുണ്ട്, ഒരു കാടുണ്ട്, ഒഴിഞ്ഞ സ്ഥലമുണ്ട്. അവിടത്തേക്ക് ഈ ഫോൺ വലിച്ചെറിയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സ്ഥലത്താണ് ഇന്ന് രണ്ടാമത് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തിയ സമയത്താണ് മൊബൈൽ ഫോൺ കണ്ടെത്തുന്നത്. അവിടെ നിന്ന് നേരെ അഫാൻ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത് അഫാന്റെ വീട്ടിലേക്കായിരുന്നു, പെരുമലയിലെ വീട്ടിലേക്ക്. അവിടെയും പോലീസ് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അവിടെ നിന്ന് നേരെ ചെന്നത് ഈ എലിവിഷം ഉൾപ്പെടെ വാങ്ങിയിട്ടുണ്ടായിരുന്ന കടയിലേക്കാണ്. അത് നാഗരകുഴിയിലെ ഫ്രണ്ട്സ് ജനറൽ സ്റ്റോറാണ്. അവിടെ നിന്ന് എലിവിഷം വാങ്ങിയ കടയിലേക്ക് തൊട്ടു പിന്നാലെ തന്നെ അടുത്ത തെളിവെടുപ്പിനായിട്ട് കൊണ്ടുപോയ ഈ വെള്ളവും മുളക് പൊടിയും ഉൾപ്പെടെ, അതായത് കടക്കാരെങ്കിലും തന്റെ മറ്റു കൊലപാതകവുമായി ബന്ധപ്പെട്ട് തടസ്സമാവാൻ വീട്ടിലേക്ക് കയറി വരികയാണെങ്കിൽ അവരെ ആക്രമിക്കാൻ വേണ്ടി മുളക് പൊടി ഉൾപ്പെടെ വാങ്ങി കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിയ കടയിലേക്ക് പോയി. പിന്നീട് പെപ്സി വാങ്ങാൻ മറ്റൊരു കടയിലേക്ക് പോയി. അവിടെ നിന്ന് ബാഗ് വാങ്ങിക്കാൻ പോയ കടയിലേക്ക്, ചുറ്റിക വാങ്ങിക്കാൻ പോയ കടയിലേക്ക്, ഇത്തരത്തിൽ 7 ഇടങ്ങളിലാണ് ഇന്ന് പോലീസ് അഫാനുമായി തെളിവെടുപ്പ് നടത്തിയത്. രണ്ടാം ഘട്ട തെളിവെടുപ്പ് നടത്തി പൂർത്തിയായതിനു ശേഷം കിളിമാനൂർ സ്റ്റേഷനിലേക്ക് പ്രതിയുമായി പോലീസ് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി വിശദമായ ചോദ്യം ചെയ്യലിലാണ്. നാളെ പോലീസ് അഫാനെ കിളിമാനൂർ സ്റ്റേഷനിൽ നിന്ന് പോലീസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം വെഞ്ഞാറമൂട് സ്റ്റേഷൻ കേസ്, അതായത് ഈ കുഞ്ഞിനെയും, അതായത് സഹോദരൻ അഫ്സാനെയും ഒപ്പം തന്നെ സുഹൃത്തിനെയും കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ലക്ഷ്മി, തിരുവനന്തപുരത്ത് കിളിമാനൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നാണ് അഞ്ജു ജയപ്രകാശ് വിവരങ്ങൾ പങ്കുവച്ചത്.